യു പിയിൽ നിന്നും വളരെ സുന്ദരമായിട്ടുള്ള ചില വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേൾക്കാൻ സാധിച്ചത്. മനസ്സിനേതോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ചില വാർത്തകൾ. അതായത് ഈ സംഘപരിവാർ പ്രവർത്തകരുണ്ടായിരുന്നല്ലോ, യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുസൽമാന്റെയും ദളിതിന്റെയും വീടുകൾ ഇടിച്ചു പൊളിക്കുമ്പോൾ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് ഈ ബുൾഡോസറിന്റെ മുകളിൽ കയറി നിന്ന് കൊടിയൊക്കെ വീശി കാണിച്ച് അവരുടെ പാവം കുടിലുകളൊക്കെ ഇടിച്ചു പൊളിച്ച് ഒരു മൂലയിലോട്ട് മാറ്റി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ കൂട്ടുനിൽക്കുകയും അവരുടെ കേസുകളൊക്കെ വാദിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ചില അഡ്വക്കേറ്റുമാരുണ്ടായിരുന്നു നമ്മുടെ ഈ യോഗിയുടെ കൂടെ. അപ്പം തിരിച്ച് 8ന്റെ പണി ഈ പറയുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരിപ്പം നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഊപ്പിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും. കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര 15-ാം തീയതി തൊട്ട് നടപ്പാക്കുമെന്നൊരു വാഗ്ദാനം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. എന്നാൽ മന്ത്രിസഭ രൂപീകരിക്കാനും മന്ത്രിസഭ വരാനും അല്പം വൈകിയത് കാരണം ഈ 15-ാം തീയതി ആയപ്പോഴത്തേക്ക് മുന്നും പിന്നും ഒന്നും നോക്കിയില്ല, ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കോമഡി മോർച്ച വാഴകളെല്ലാം കൂടെ ബസ്സിനകത്ത് കയറിയിട്ടൊരു സമരം നടത്തി. ആ സമരത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ജ്വലിച്ചു നിന്നതും ഏറ്റവും കൂടുതൽ ഏറിൽ പോയും ഒരാളുണ്ട്. നമ്മുടെ കാസർഗോഡ് നിന്ന് 8 നിലയിൽ വട്ടത്തിലും നീളത്തിലും പൊട്ടിപ്പോയിട്ടുള്ള ആ ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ പല ആൾക്കാരും ചോദിച്ചു ഇത് ബംഗാളിയാണോ എന്നൊന്നും. ബംഗാളിയൊന്നുമല്ല, നമ്മുടെ മലയാളി തന്നെയാണ്. കാസർഗോഡ് ബോർഡർ ആയതുകൊണ്ട് ഈ കർണാടക മലയാളം മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു ഡയലോഗാണ് ചേച്ചി ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് ആദ്യം നമ്മുടെ ഊപ്പിയിലെ ആ ഒരു നെഞ്ചത്തിടിച്ച് നിലവിളിക്കലൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ചേച്ചിയുടെ 2-3 പുതിയ വീഡിയോകൾ വന്നിട്ടുണ്ട്. കാണണം, കാണാതിരിക്കരുത്. കണ്ട് നിങ്ങൾ ആസ്വദിച്ച് ചിരിച്ച് നിങ്ങൾ അറുമാദിച്ചോളൂ, സന്തോഷിച്ചോളൂ. ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെയൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് അവറ്റകൾ. എന്തായാലും നമുക്ക് ആദ്യം ഒരു അഡ്വക്കേറ്റിന്റെ ഒരു നിലവിളി ഒന്ന് കേട്ടു നോക്കാം. खानदानी हूँ, परिवार का हूँ, फिर भी ये जिंदगी भर भाजपा को वोट दिया. आज से हम लोग दादे से आज से RSS के रहे, अब वोट BJP को नहीं. BJP കേട്ടല്ലോ, ഇത് AI വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഇത് മാത്രമല്ല, സംഘപരിവാറിന് വേണ്ടി കൊലവിളി മുദ്രാവാക്യവും നടത്തി പാവപ്പിടിച്ചവന്റെ ഒക്കെ വീടിടിച്ചു പൊളിച്ച കുറെ വേട്ടാവളിയന്മാരുണ്ട് കേട്ടോ. അവരുടെ കടയും സ്ഥാപനങ്ങളും ഇടിച്ചു പൊളിക്കാൻ പോയപ്പോഴും ഈ നിലവിളി അവിടെയും കേട്ടിരുന്നു. ഒരു പരിഗണനയും കൊടുത്തില്ല. കണ്ടോ? परिवार पैसे ही नहीं है भैया, EMI देने के लिए पैसे नहीं, हम कहाँ जाए कटोरा मांगे. हमारे यहीं पे व्यापार भी था, घर भी था, सब तोड़ दिया इन्होंने, हमसे सब छीन लिया. मेरे 3 बच्चे हैं, हम माँ बाप हैं, कहाँ जाएंगे? पहले सबको बोलता था सब योगी मोदी को वोट दे, लेकिन अब जब तक जीवित हूँ 10 लोगों को क्या कह जाऊंगा, इन्हें BJP वालों को कभी वोट मत देना, तुम पक्के झूठे आदमी है. ഇതാണ് ഇപ്പൊ നമ്മുടെ ഊപ്പിയുടെ ഒരു അവസ്ഥ കേട്ടോ. ഇനി നമുക്ക് നാക്ക് തിരിയാത്ത നമ്മുടെ ചേച്ചിയുടെ ആ ഡയലോഗ് കേട്ട് നോക്കിയാലോ. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായും ഒരു സർക്കാർ വരുന്നതിന് മുൻപ് ആ സർക്കാരിനെതിരെ സമരം നടത്തിയത് ആരാണ് എന്നൊരു PSC ചോദ്യം വന്നാൽ അതിന് ഉത്തരം മഹിളാ മോർച്ച എന്നായിരിക്കും. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബസ്സിൽ സൗജന്യ യാത്ര നടത്തണം എന്ന് പറഞ്ഞ് ഇന്നലെ ചില സംഘടനകൾ ചില സമരം നടത്തുകയുണ്ടായി. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. നോക്കൂ, മന്ത്രിസഭയായിട്ടില്ല, MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, മന്ത്രിമാർ ആരാണെന്നറിയില്ല, മുഖ്യമന്ത്രി പോലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായിട്ട് അറിയാം. എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത വാഗ്ദാനം അത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ
ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധിക്കാൻ പോകുന്നത് എന്താ അല്ലേ? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. അതാണ് അത് ശരി. വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റും. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡേഴ്സ് മെയ് 15 മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞത്? ഓഹോ, അങ്ങനെയോ? തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞത് ഇങ്ങനെ അങ്ങ് ശിരസ വഹിക്കണോ? പക്ഷെ അത് വരും. അതിന് ഗവൺമെന്റ് അധികാരത്തിൽ വരണ്ടേ, ആ വകുപ്പ് തീരുമാനിക്കണ്ടേ, അതിനൊരു ചട്ടമില്ലേ? എടാ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? അത്രക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസിന്റെ ലീഡേഴ്സ്? വി ഡി സതീശൻ, അതേപോലെ വി ഡി സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. എടാ പോടാ, നിർത്തി പോടാ. അല്ലെങ്കിൽ കേരളത്തിലെ അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. അതിനെന്തിനാ സാർ ചിരിക്കണം? അനന്തപുര ഇൻഡസ്ട്രിയൽ പ്ലാന്റിന്റെ അടുത്താണ് സ്ഥലത്തിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ വണ്ടിയിൽ ഇറങ്ങി പുറത്തേക്ക് വന്നപ്പാടന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഒരു 5 മിനിറ്റ്സും പോലും നമുക്ക് ആ ശ്വാസം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത്. നമുക്ക് ഇൻഡസ്ട്രീസ് വേണം, ഡെവലപ്മെൻറ്റ്സുകൾ വേണം. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ അവർ വർക്ക് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. നമ്മൾ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, ഇവിടുന്ന് ചേഞ്ച് ആയിട്ട് വേറെ സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. അവർക്ക് വീട് അടിച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. ചില വീട്ടിൽ കുട്ടികൾ ഈ സ്മെല്ല് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ചില കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ചിലർക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെല്ലാം ആരാണ് ഉത്തരവാദിത്തം? നമുക്ക് ഇപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളത്, സർക്കാർ കൊടുത്തിട്ടുള്ള നിബന്ധനകൾ എന്തുണ്ട്, ആ എയർ ഫിൽട്രേഷൻസ്, ആ ഒരു സ്മെല്ലും പുറത്തു വരാത്ത രീതിയിൽ നിങ്ങളെ ഇൻഡസ്ട്രീസ് വർക്ക് നടപ്പിലാക്കുക. അല്ലെങ്കിൽ ഇതൊരു സൂചനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇനി വരുന്ന ദിവസം ഇതേപോലെ എന്തെങ്കിലും സ്മെല്ലുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാവുന്നില്ല. അതൊക്കെ നമ്മൾ ഈ കാസർഗോഡ് BJP ജില്ലാ ഘടകം മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രികൾ നമ്മൾ നിർത്തും. ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നേമത്ത് നിന്ന് ജയിച്ചിട്ടുള്ള അഗ്രഗണ്യനായിട്ടുള്ള 3 താമരകൾ വിരിയിപ്പിച്ചെടുത്തിട്ടുള്ള മഹാപണ്ഡിത ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള മലയാളം സംസാരിക്കാനും മുണ്ടുമടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ഏമാനില്ലേ, ഏമാൻ്റെ കളിയായിരുന്നു. കാരണം ഏമാൻ്റെ ആ ബുദ്ധിയാണ് എവറ്റകൾക്കെല്ലാം ഉള്ളത്. സത്യം പറയാം, ഈ വരുന്ന ജൂൺ 15-ാം തീയതി തൊട്ട് കേരള സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടപ്പാക്കും. അതിലിപ്പോൾ ഏകദേശം 2 കാര്യങ്ങളിൽ ഉടനടി തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾക്കും സർക്കാർ ഉടനടി തന്നെ അതിന് വേണ്ട രീതിയിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അതിനുള്ള ഒരു അനുമതി കൊടുക്കും. പക്ഷേ ഈ മഹിളാ കോമഡി പീസുകളെല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത് അങ്ങ് ഡൽഹിയിലേക്കാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് NDA അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ, 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ. പിന്നെ നമ്മുടെ ഉള്ളിച്ചേട്ടൻ പറഞ്ഞെന്താണ്, 50 രൂപക്ക് പെട്രോള്. അങ്ങനെ അവശ്യ സാധനങ്ങൾക്കൊക്കെ വില കുറയ്ക്കും. ഇവിടെ ജാതി മതവും നോക്കാതെ എല്ലാവർക്കും സുഖമായി ജീവിക്കാനായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മുടെ സർക്കാർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ, UP-യിൽ സ്വന്തം പാർട്ടിക്കാരൻ്റെ നെഞ്ചത്ത് കയറി ബുൾഡോസർ നിരത്തുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി. ചേച്ചി പറഞ്ഞ ഭാഷ എന്തോ എനിക്കും പിടിയിട്ടിട്ടില്ല. നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഈ വാഴകൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ, സന്ധിക്കും വരെ വണക്കം.